ടാസ്ക് പരിപാടിയാണ് അല്ലേ? ഇവിടെ പോണത് ഹർത്താല് രാവിലെ ഹർത്താലായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്ന വണ്ടി വെള്ളമൊക്കെ പിടിച്ച് പോവുകയാണ്. രാവിലെ വൈകുന്നേരം വരെ ഇവിടെ പോസ്റ്റാണ്, വേറെ കാര്യം. എന്നാലും നമ്മൾ കണ്ടിട്ടേ വരണം അല്ലേ? കണ്ടിട്ടേ വരണം. അക്ഷരാർത്ഥത്തിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥ. എവിടെയാണ്? വാഗാ ബോർഡറിൽ നമ്മൾ എന്തായിരുന്നു സംഭവം? ഹർത്താൽ, സ്ട്രൈക്കായിരുന്നു, കർഷകരുടെ സ്ട്രൈക്ക്. ഇങ്ങനെ വല്ല വിധേന ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ച് നേരെ എവിടെ വന്നിട്ടുണ്ട്? വാഗാ ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അമൃത്സറിൽ നിന്ന്. നല്ല എക്സ്പെൻസായി കേട്ടോ, നല്ല എക്സ്പെൻസ് ആയതുവരെ വരാനായിട്ട്. അങ്ങനെ 5 മണി വരെ വണ്ടികളൊന്നും മൂവ് ആകത്തില്ല. അപ്പോൾ 4 മണിക്കാണ് നമ്മളെ ബീറ്റിംഗ് പരേഡ് വരുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കടയുണ്ടോ, ചെറിയൊരു ഹോട്ടൽ പോലത്തെ സംഭവമുണ്ട്, ചെക്ക് പോസ്റ്റ്, ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാഗിയും ഓംലേറ്റും ചായയൊക്കെ കഴിച്ച് വൈകുന്നേരം ഉച്ചയ്ക്ക് 12 മണി വരെ സമയം ഇങ്ങനെ ചിലവാക്കുക. വേറൊന്നും കിട്ടില്ല, ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. അതെയാണ്, ഇന്ന് കടകളൊന്നുമില്ല, അധികം കടകളൊന്നുമില്ല. അപ്പം 12 മണിയാകുമ്പോഴത്തേക്ക് പതുക്കെ അങ്ങോട്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ് ബീറ്റിംഗ് പരേഡ് കാണാനായിട്ട്. അവിടെ പോയിരിക്കണം കുറേ നേരം. 4 മണിക്കാണ് കേട്ടോ പരിപാടി. തണുപ്പെന്ന് പറഞ്ഞാലും പോലെ ഒന്നൊന്നര തണുപ്പ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ക്ലൈമറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. എവിടെ ഒരാൾ ഇതിനാക്കി മൂടി പൊതിച്ച് ട്രാക്കുളയെ പോലെ ഇരിപ്പുണ്ട്. ശരി, നമ്മൾ ബോർഡറിൻ്റെ പാസിങ്ങിൻ്റെ അവിടെ വന്ന് നിന്നപ്പോഴേ 12 മണിക്ക് അവിടെ നിന്ന് കയറ്റി കിടത്തുള്ളൂ. അപ്പോഴത്തേക്ക് കണ്ടോ കംപ്ലീറ്റ് ഓറഞ്ച് പാടമാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ഓറഞ്ചാണ്. അത് നിറയെ മയിലുകൾ നിൽപ്പുണ്ട്. ഓറഞ്ച്, ഏക്കർ കണക്കിന് ഓറഞ്ച്. എന്ത് രസം. 1-2 എണ്ണത്തിലുണ്ട് കേട്ടോ, അതുകൊണ്ട് അതിലുണ്ട്, എല്ലാത്തിലും ഇല്ല. അതിൽ നിൽപ്പുണ്ട് ഓറഞ്ച്. അപ്പം നമ്മൾ നടന്ന് ബോർഡറിൻ്റെ അടുത്തെത്താറായി കേട്ടോ. 12 മണിയായപ്പോൾ നമ്മൾ കയറ്റിവിട്ട് നടന്നു തുടങ്ങിയതാണ്. പരി എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണ്. നമ്മൾ ബോർഡറിൽ എന്ത് കാണാൻ വന്നേടെ? പരേഡ് കാണാൻ വന്നതാണ്. അപ്പോൾ ഈ സാധനം ഇവിടെ നിൽക്കുന്നുണ്ടോ? ഈ തോട്ടം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന തോട്ടം കണ്ട നെല്ല് പോലെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് പിടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പച്ച കളറ് കാണുന്നില്ലേ? ആ സംഭവം തന്നെ. ആ സംഭവം എന്താണ്, വയലാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതാണ് ഗോതമ്പിൻ്റെ ചെടിയാണ് കേട്ടോ. ആയിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ഗോതമ്പിൻ്റെ പാടമാണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ. അല്ലേ? എവിടെയുണ്ട്? വാഗാ ബോർഡർ, ഫസ്റ്റ് ലൈൻ ഓഫ് കൺട്രോൾ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് കൺട്രോളാണ് വാഗാ ബോർഡർ. സമയം ഇപ്പോൾ എത്രയാണെന്നറിയാമോ? 12:30. 12:30ക്കുള്ള ക്ലൈമറ്റും കൂടെ കാണിച്ചു തരാൻ കണ്ടു. ഈ സമയത്തൊക്കെ ക്ലൈമറ്റ് ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. ക്ലൈമറ്റ് ഭയങ്കര എന്താ പറയുക,
ഇത് നമ്മളിപ്പോ കണ്ടെത്താൻ അറിയാം എന്തായിരിക്കും ഇപ്പൊ ക്ലൈമറ്റുകള്. ഡിസംബർ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി 3 മാസം ഭയങ്കര തണുപ്പാണെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണെന്നാണ് പറയുന്നത്. ഓക്കെ, ചുറ്റിനൊന്ന് കാണിച്ചു തരാമേ. ഇവിടെ ഒരു മേളിലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഏത് കാണുന്നത്? ആപ്പിളോ? ആ, അതുകൊണ്ട് ആപ്പിൾ വയ്ക്കുന്നു. അവിടെ ആപ്പിൾ മരം നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കടുക് പാടമുണ്ട്. ഇവിടെ ഗോതമ്പുണ്ട്. അതൊന്നും ക്യാമറയിൽ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഏത് കാണുന്നത്? ഈ കാണുന്നതാ? ഈ പാടത്തിന്റെ അപ്പുറം കാണുന്നുണ്ടോ കുറ്റി കുറ്റി മരങ്ങള്? ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം നമുക്ക്. ആപ്പിളിൻ്റെ മരം നമ്മൾ വാഗാ ബോർഡറിലെ മേളിലത്തെ പാർക്കിങ്ങിൻ്റെ അവിടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ താഴെ ചോദിച്ചപ്പോൾ 3 മണിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഈ പുള്ളി പറഞ്ഞ 1:30-ക്ക് കയറ്റി വിടുമ്പോൾ നമുക്ക് മ്യൂസിയം കാണാൻ പറ്റും. 3 മണിക്ക് തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, 3 മണിക്ക് ഗ്രൗണ്ട് എൻട്രി ചെയ്യണം. 1:30-ക്ക് അകത്ത് കയറ്റി വിടുന്നു പറഞ്ഞു. നോക്കിയാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞിടാ. ആപ്പിളിൻ്റെ മരം, ആ വീട് കാണുന്നത് അതിന്റെ അപ്പുറത്ത് കടുക്, അതിന്റെ അപ്പുറത്ത് ആപ്പിള്. സൂം ചെയ്യാം. അങ്ങനെ പഞ്ചാബിലെ വന്ന് കടുക് തോട്ടവും കണ്ടു. അല്ലേ, കണ്ട? ആ കാണുന്നത് കംപ്ലീറ്റ് ആപ്പിളാണ് കേട്ടോ. നല്ല മിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് കാണാൻ പറ്റാത്തത്. നല്ല അത്യാവശ്യം നല്ല മിസ്റ്റുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്തായിട്ട് മഞ്ഞ കളറിൽ കാണുന്നത് സംഭവം കടുകാണ് കേട്ടോ. അത് കടുകാണ്, ഇത് ഗോതമ്പാണ്. അങ്ങനെ പഞ്ചാബിൽ വന്നിട്ട് 3 തോട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. ആയില്ല, നട്ടിട്ടേ ഉള്ളൂ. നമ്മളത് കൊടിയൊക്കെ അടിച്ചിട്ടുണ്ട് കയ്യിൽ. കൊടിയൊക്കെ അടിച്ചു വാങ്ങിച്ചു. 100 രൂപ മേടിച്ചിട്ടുണ്ട്. 2 കയ്യിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ, 1 കയ്യിൽ മാത്രമല്ല. ആ കാണുന്നതാണ് വാഗാ ബോർഡർ കേട്ടോ. ഇരുട്ടായ ചെയ്തായോണ്ട് കാണുന്നതാണ് വാഗാ ബോർഡർ. നമ്മള് കേരളത്തിൽ നിന്നിട്ട് തമിഴ്നാട്ടിൽ നോക്കണ പോലെയാ. 1:30 ആകുമ്പോ നമ്മളെ തുറന്നു വിടും, നമ്മൾ ഓടും. നമ്മൾ ഓടും വാഗാ ബോർഡറിലേക്ക്. വാഗാ ബോർഡർ കാണേ. അവസാനം എവിടെ എത്തി? പരേഡാ? ലൈഫിൽ റെയറസ്റ്റ് ഓപ്പർച്യൂണിറ്റി. റെയറസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും വരാൻ പറ്റും. പക്ഷേ നമ്മളൊന്ന് ശ്രമിക്കണമെന്നേ ഉള്ളൂ. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും വലിയ പ്രോഗ്രാം ബീറ്റിംഗ് പരേഡ്. എവിടെയാണ്? വാഗാ ബോർഡർ. വാഗാ ബോർഡറിലെ ബീറ്റിംഗ് പരേഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ. വാഗാ ബോർഡറിലെ ബീറ്റിംഗ് പരേഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ.
കാണാനുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. സീറ്റ് അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, അത് VIP ആണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ആണെങ്കിൽ കുറച്ച് വീസിട്ട് കാണാൻ പറ്റില്ലായിരുന്നല്ലേ. ഇങ്ങോട്ടോ നമുക്ക് ഇതിൻ്റെ മണ്ടായിരുന്ന കറക്റ്റ് ആയിട്ട് കാണാടി. നമ്മളെ വാഗാ ബോർഡർ ഗേറ്റ് കേട്ടോ. അതെ, വാഗാ ബോർഡറിലെ കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ BSFൻ്റെ ബോർഡർ ബീറ്റിംഗ് സെറിമണിയുടെ കാഴ്ചകളാണ്. അപ്പോൾ സംഭവം തുടങ്ങാറായിട്ടില്ല. 4 മണിക്കാണ് തുടങ്ങുന്നത്. നമ്മൾ 3 മണിയായപ്പോഴത്തേക്ക് കയറ്റി വിട്ടായിരുന്നു. നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. अपने कीमती सामान, मोबाइल, पर्स, बच्चे बुजुर्गों का विशेष ध्यान रखें। दर्शनकार में स्वच्छता एवं सफाई का ध्यान रखते हुए पानी की खाली बोतल, प्लास्टिक, कागज इत्यादि प्रयोग करने के उपरांत स्टेडियम में लगे कूड़ेदान में
सरदारी अमृतसर पर आया अपने सभी मेहमानों का तकदीर से स्वागत करता है। बीएसएफ का इतिहास, उसके अदम्य साहस एवं देश की सीमाओं की रक्षा के प्रति प्रतिबद्धता का स्वर्ण इतिहास। प्रत्येक सुबह भारतीय आकाश में उदय होने वाला सूरज, सरहदों पर अटूट दीवार स्वरूप तैनात बीएसएफ के जवानों के अड़िग एवं चट्टानी यादों को सलाम करता था। 1 दिसंबर 1965 बीएसएफ की स्थापना हुई और भारतीय सीमाओं को एक ऐसा प्रहरी था जिसकी सदैव चौकन्ना राजस्थान की तपती मरुस्थल और रण के दलदल तक, पूर्व में सुंदरबन के मैंग्रोव जंगलों से मिजोरम त्रिपुरा की दुर्गम पहाड़ियों तक।
André Paco. Hit the score! किसी भी आने वाले प्रयोग न करें।
കാണാൻ പറ്റല്ലേ? നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് കുഴപ്പമില്ല, കിട്ടൂല.